വ്ളാഡിമിർ പുതിന്റെ വിജയമാണ്. ഇത്രനാളും റഷ്യയുമായി ഏറ്റുമുട്ടി ഒടുവിൽ രാജിവെച്ച് പുറത്തുപോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഈ അവസരം മുതലെടുത്ത് കൊള്ളലാഭം കൊയ്യാനെത്തിയ ട്രംപിനോടും 10 പറഞ്ഞാണ് സെലൻസ്കി അധികാരത്തിൽ നിന്നും ഇറങ്ങുന്നത് എന്നോർക്കണം. ഒരിക്കൽ കൂടെ നിന്ന ഇപ്പോൾ കാലുവാരുന്ന അമേരിക്കയോട് സെലൻസ്കിക്ക് 10 പറയാനുണ്ട്. എന്താണ് സംഭവം എന്നല്ലേ നമുക്ക് പരിശോധിക്കാം. ഉക്രൈന് എന്തെങ്കിലും നേട്ടമുണ്ടായാൽ നേതൃസ്ഥാനം രാജിവെക്കാൻ താൻ തയ്യാറാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വാക്കുകൾ ലോകത്ത് വലിയ ചർച്ചകളാണ് ഉണ്ടാക്കിയത്. നാറ്റോ അംഗത്വത്തിനായി രാജിവെക്കാമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളുടെ ഭാഗമായി ഉക്രൈന്റെ നിർണായക ധാതുക്കളും മറ്റ് പ്രകൃതി വിഭവങ്ങളും വേണമെന്ന US ആവശ്യത്തിനെതിരെയും അദ്ദേഹം പ്രതികരിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന US പ്രസിഡന്റ് ട്രംപിന്റെ ഉദ്ദേശം ഉക്രൈന്റെ ധാതു സമ്പത്താണെന്ന തിരിച്ചറിവാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ തളർത്തിക്കളഞ്ഞത്. ഉക്രൈനിൽ സമാധാനം ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണോ എന്ന് ഞായറാഴ്ച ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് സെലൻസ്കിയോട് ചോദിച്ചപ്പോൾ ഉക്രൈനിൽ സമാധാനം ഉറപ്പാക്കാനാകുമെങ്കിൽ നിങ്ങൾ ശരിക്കും എന്റെ രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എന്നായിരുന്നു സെലൻസ്കിയുടെ വാക്കുകൾ. നാറ്റോയിലെ അംഗത്വം എന്ന ആഗ്രഹത്തിന് പകരം ഇതാണ് ചെയ്യാനുള്ളതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ വാക്കുകളിൽ ഒരു കാര്യം കൂടി വ്യക്തമാണ്. നാറ്റോ മോഹം ഇനി ഒരിക്കലും നടക്കില്ല എന്ന യാഥാർത്ഥ്യം സെലൻസ്കി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാസം ആദ്യം കീവ് നാറ്റോയിൽ ചേരുന്നത് യാഥാർത്ഥ്യമാകില്ലെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞിരുന്നു. ഉക്രൈൻ അംഗത്വത്തിലേക്കുള്ള പാതയിലാണെന്ന സഖ്യത്തിന്റെ പ്രഖ്യാപിത നയത്തെ മുഴുവനായും അട്ടിമറിക്കുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഉക്രൈൻ യുദ്ധത്തിൽ തുടരുമ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താത്തതിന് സെലൻസ്കിയെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള തർക്കം തുടരുന്നതിനിടെയാണ് ഉക്രൈൻ പ്രസിഡന്റിന്റെ പരാമർശം എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. 3 വർഷം മുമ്പ് റഷ്യ യാതൊരു പ്രകോപനവുമില്ലാതെ അധിനിവേശം ആരംഭിച്ചതു മുതൽ ഉക്രൈൻ പട്ടാള നിയമത്തിന്റെ കീഴിലാണുള്ളത്. പട്ടാള നിയമം തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും നിരോധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ സെലൻസ്കിയുടെ കസേര ഈ യുദ്ധത്തിന്റെ മറവിൽ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമല്ല എന്നതാണ് വസ്തുത. കാരണം യുദ്ധം പരിസമാപ്തിയിലേക്ക് എത്തുകയാണെന്നറിയാമല്ലോ. ഈ അവസരത്തിൽ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും. മാത്രവുമല്ല റഷ്യ ചില വ്യവസ്ഥകളും മുന്നോട്ട് വയ്ക്കും. ആൾബലവും സൈനിക ബലവും കുറവായതുകൊണ്ട് തന്നെ റഷ്യയുടെ ആവശ്യങ്ങൾക്ക് ഉക്രൈൻ വഴങ്ങേണ്ടതായി വരും. ഇത്രനാളും ഉക്രൈനെ സഹായിച്ച അമേരിക്കയുടെ മുഖമല്ല ഇപ്പോഴുള്ളത്. അത് ട്രംപിലൂടെ മാറിയിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ ഉക്രൈനും US-നോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ധനസഹായം തന്നെയാണ്. $500 ബില്യൺ വേണമെന്ന ഉക്രൈന്റെ ആവശ്യത്തിന് മേലാണ് ഉക്രൈൻ മണ്ണിലെ ധാതുക്കളിലേക്ക് ട്രംപിന്റെ കണ്ണ് ചെന്ന് പതിക്കുന്നത്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ US ഉക്രൈന് നൽകിയ സഹായത്തിന്റെ അളവ് പ്രതിഫലിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞ കരട് കരാറിന്റെ ഭാഗമായി ഉക്രൈന്റെ അപൂർവ ഭൂമി നിക്ഷേപങ്ങളുടെയും മറ്റ് ധാതുക്കളുടെയും $500 ബില്യൺ വിഹിതം നൽകണമെന്ന ട്രംപിന്റെ ആവശ്യത്തിനെതിരെ ഞായറാഴ്ച സെലൻസ്കി രംഗത്ത് വരികയായിരുന്നു. അതായത് ഉക്രൈൻ ആവശ്യപ്പെട്ട തുക അമേരിക്ക നൽകാൻ തയ്യാറാണെന്നും എന്നാൽ അതിനു പകരമായി അതായത് ആ തുകയുടെ അതേ മൂല്യത്തിൽ ധാതുക്കൾ അമേരിക്കയ്ക്ക് നൽകണമെന്ന വ്യവസ്ഥയാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഞാൻ $500 ബില്യൺ അംഗീകരിക്കാൻ പോകുന്നില്ല. റഷ്യയുടെ ഉക്രൈൻ യുദ്ധത്തിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ സെലൻസ്കി മറുപടി നൽകിയത് ഇങ്ങനെയാണ്. ഉക്രൈന്റെ വിഭവങ്ങൾ ഉപയോഗിച്ച് തുക തിരിച്ചടയ്ക്കാൻ 250 വർഷം എടുക്കുമെന്നും സെലൻസ്കി പറയുന്നുണ്ട്. 10 തലമുറയിൽപ്പെട്ട ഉക്രൈനിയക്കാർ അമേരിക്കയ്ക്ക് ഇത് തിരിച്ചടവ് നൽകേണ്ട ഒരു കരാറിലും തനിക്ക് ഒപ്പിടാൻ കഴിയില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉക്രൈനോടുള്ള സമീപനം അല്പം വ്യത്യസ്തമാണെങ്കിലും കഴിഞ്ഞൊരു കാലഘട്ടം ഇവർക്കുണ്ടായിരുന്നു. റഷ്യ ഉക്രൈനിലേക്ക് അധിനിവേശം നടത്തിയപ്പോൾ അമേരിക്കൻ ആയുധങ്ങളും ഏന്തിയാണ് ഉക്രൈൻ അവിടെ പ്രതിരോധം തീർക്കുന്നത്. ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നായിരുന്നു ഉക്രൈൻ. US രാജ്യത്തിന് കോടിക്കണക്കിന് മൂല്യമുള്ള സൈനിക സഹായമാണ് നൽകിയത്. നാറ്റോയുടെ സഹായവും ഉക്രൈനിൽ എത്തിച്ചു കൊടുത്തത് അമേരിക്ക തന്നെയാണ്. ഉക്രൈന് നാറ്റോയിൽ ചേർക്കാനുള്ള ആഗ്രഹം പോലും അമേരിക്കയുടേതായിരുന്നു. അതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. എന്നാൽ ഭരണം മാറി ഡെമോക്രാറ്റ്സിന്റെ ഭരണം റിപ്പബ്ലിക്കൻ പാർട്ടി ഏറ്റെടുത്തതോടെ അമേരിക്കൻ ഫോറിൻ പോളിസിയിൽ പോലും വ്യക്തമായ സ്വാധീനം വന്നു തുടങ്ങി. ഉക്രൈനെ താങ്ങി നിർത്തി റഷ്യയുടെ കോപത്തിന് പാത്രമാകാതിരിക്കാൻ ട്രംപ് ശ്രദ്ധിച്ചു. അമേരിക്കയുടെ തടി കേടാകാതെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മാത്രമായിരുന്നു ട്രംപിന്റെ ആവശ്യം. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ സൗദി അറേബ്യയിൽ റഷ്യയുടെയും അമേരിക്കയുടെയും പ്രതിനിധികൾ വന്ന് കൂടിക്കാഴ്ച നടത്തി. യുദ്ധാനന്തരം ലോകത്തെക്കുറിച്ച് ശുഭവാർത്തകൾ പുറത്തു വന്നു. ആ കൂടിക്കാഴ്ചയിൽ ഉക്രൈൻ പ്രതിനിധി പങ്കെടുക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾക്കും കാരണമായി. അപ്പോൾ ട്രംപ് പറഞ്ഞത് സെലൻസ്കി ഉക്രൈന്റെ സ്വേച്ഛാധിപതിയാണ് എന്നായിരുന്നു. പ്രതിഫലമായി ഒന്നും ലഭിക്കാതെ US ഇനി ഉക്രൈനിലേക്ക് സഹായം അയക്കരുതെന്ന് താൻ കരുതുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്.
തങ്ങളുടെ ധാതു സമ്പത്ത് ഉൾപ്പെടുന്ന ഏതൊരു ഇടപാടിലും US സുരക്ഷാ ഗ്യാരണ്ടികൾ ഉൾപ്പെടുത്തണമെന്ന് ഉക്രൈൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംഘർഷത്തിന് തുടക്കമിട്ടത് ഉക്രൈൻ ആണെന്ന് US പ്രസിഡന്റ് ആരോപിച്ചതിനെ തുടർന്ന് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയാണ് ആക്രമണം നടത്തിയതെന്ന് പിന്നീട് സമ്മതിച്ചുവെങ്കിലും കൂറ് റഷ്യയോടാണെന്ന് വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു. എന്നാൽ യുദ്ധം നേരത്തെ അവസാനിപ്പിക്കാത്തതിന് തന്റെ മുൻഗാമിയായ ജോ ബൈഡനെയും സെലൻസ്കിയെയും കുറ്റപ്പെടുത്താനും ട്രംപ് മറന്നില്ല. സംഘർഷത്തിലെ ഒരു നിർണായക നിമിഷത്തിൽ ഈ വിള്ളൽ ബന്ധങ്ങളെയും വഷളാക്കി തുടങ്ങി. യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള പര്യവേഷണ ചർച്ചകൾക്കായി US റഷ്യൻ ഉദ്യോഗസ്ഥർ ഈ ആഴ്ച സൗദി അറേബ്യയിൽ കൂടിക്കാഴ്ച നടത്തി. പക്ഷേ യൂറോപ്യൻ സഖ്യകക്ഷികളിൽ പോലും പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് കീവിന് ഈ കാഴ്ച ദൂരെ നിന്ന് മാറി നോക്കി നിൽക്കേണ്ടതായി വന്നു. അതേസമയം റഷ്യയുമായുള്ള യുദ്ധത്തിന്റെ 3ാം വാർഷികത്തിന്റെ തലേന്ന് ഉക്രൈനിൽ ഒറ്റ രാത്രി കൊണ്ട് റഷ്യ 267 ഡ്രോണുകളാണ് വിക്ഷേപിച്ചത്. ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അഭൂതപൂർവമായ ആക്രമണമാണിതെന്നാണ് ഉക്രൈനിയൻ അധികൃതർ ഞായറാഴ്ച പറഞ്ഞത്. എല്ലാ ദിവസവും നമ്മുടെ ആളുകൾ വ്യോമാക്രമണത്തെ ചെറുക്കുന്നു, സെലൻസ്കി പറഞ്ഞു. ഇറാനിയൻ ഡ്രോണുകൾ ഉക്രൈനിയൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആക്രമണം നടത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമായിരുന്നു രാത്രിയിലെ ആക്രമണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉക്രൈനിൽ ശാശ്വതവും നീതിയുക്തവുമായ സമാധാനം കൊണ്ടുവരാൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാ പങ്കാളികളുടെയും ഐക്യത്തിൽ ഇത് സാധ്യമാണ്. നമുക്ക് മുഴുവൻ യൂറോപ്പിന്റെയും ശക്തി, അമേരിക്കയുടെ ശക്തി, ശാശ്വത സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ശക്തിയും ആവശ്യമാണ്. സെലൻസ്കി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്. ഉക്രൈന്റെ പ്രതിരോധ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് തലവനായ കൈറിലോ ബുഡനോവ് രാത്രിയിലെ ആക്രമണത്തെ പൂർണ്ണമായും ഭീഷണിപ്പെടുത്താനുള്ള ഒരു മാർഗം ഒരു ഭീകര പ്രവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചത്. വിജയകരമായ ഒരു കരാറിൽ താൻ ആത്യന്തികമായി ആഗ്രഹിക്കുന്നുവെന്നും ഒരു കരാറിലെത്താനുള്ള പ്രക്രിയയിൽ US ഉക്രൈനുള്ള സൈനിക പിന്തുണ മരവിപ്പിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും സെലൻസ്കി കൂട്ടിച്ചേർത്തു. അതായത് US ഇല്ലാതെ അതിജീവനം ബുദ്ധിമുട്ടാണെന്ന കാര്യം ഉക്രൈന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ ഇതിൽ ഒപ്പുവെക്കും. ആദ്യം കരാർ അല്ലെങ്കിൽ മെമ്മോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മറ്റ് രേഖകൾ തയ്യാറാക്കുന്നത്. അദ്ദേഹം CNN ചീഫ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി കറസ്പോണ്ടന്റ് നിക് പാറ്റൺ വേർഷനോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അതിനാൽ ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മറ്റ് ഘടകങ്ങളെ സ്വാധീനിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ അവർ ഏതെങ്കിലും പിന്തുണ റദ്ദാക്കുകയോ നിർത്തുകയോ മരവിപ്പിക്കുകയോ ചെയ്യില്ല. പ്രത്യേകിച്ചും ഉക്രൈനുള്ള സൈനിക പിന്തുണ അത് ഞങ്ങൾക്ക് നിർണായകവുമാണ്. 2022 ഫെബ്രുവരി 24 ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് 3 വർഷം തികഞ്ഞിരിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലുണ്ടായ ഏറ്റവും വലിയ സംഘർഷമാണ് ഈ യുദ്ധം. ഉക്രൈനിൽ പൂർണ്ണ അധിനിവേശം എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ യുദ്ധത്തിൽ മികച്ച പ്രതിരോധം തീർക്കാൻ ഉക്രൈന് കഴിഞ്ഞിട്ടുണ്ട്. റഷ്യൻ മുന്നേറ്റം തടയാനും കനത്ത പ്രത്യാക്രമണങ്ങൾ നടത്താനും ഇന്ന് ഉക്രൈന് സാധിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പിന്തുണയോടെ ഉക്രൈൻ ഏറെ കരുത്തരായി റഷ്യയെ നേരിടുകയായിരുന്നു. ആഗോള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ വ്യക്തിത്വമായ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാറ്റിയത് ഈ യുദ്ധമാണ്. റഷ്യയെ സംബന്ധിച്ചാണെങ്കിൽ റഷ്യക്ക് പട്ടാളക്കാരും കൂലി പട്ടാളക്കാരും അടക്കം 1.5 ലക്ഷം പേരെങ്കിലും ഈ യുദ്ധത്തിൽ നഷ്ടമായി എന്നാണ് കണക്കുകൾ. സൈനികരടക്കം 60,000 പേരെങ്കിലും ഉക്രൈൻ പക്ഷത്ത് കൊല്ലപ്പെട്ടു. 60 ലക്ഷം പേർ ഉക്രൈനിൽ അഭയാർത്ഥികളായി വീട് വിട്ടിട്ടുണ്ട്. യുദ്ധം ആഗോള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചു. റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും ഇരുചേരികളായി അണിനിരന്നു. റഷ്യയ്ക്ക് മേൽ അമേരിക്കയും യൂറോപ്പും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. USഉം റഷ്യയും തമ്മിലുള്ള ഉന്നതതല ചർച്ചകളിലാണ് ഇപ്പോഴത്തെ സമാധാന പ്രതീക്ഷകളുള്ളത്. യുക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളും ഈ ചർച്ചയുടെ ഭാഗവുമായിരുന്നില്ല. എങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ഗുണം ചെയ്തേക്കുമെന്ന വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട്. 3 വർഷം പൂർത്തിയാകുമ്പോൾ ഈ യുദ്ധം ഇനിയും നീളാതിരിക്കട്ടെ എന്ന ആഗ്രഹത്തിന്മേൽ തന്നെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ മുൻതൂക്കമുള്ളത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.